ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കറുത്ത അടിമ ബിലാൽ. ഉമയ്യത്ത് ബിലാലിനെ അതികഠിനമായി മർദ്ദിക്കുകയാണ്. എന്തെല്ലാം മർദ്ദനമുറകളാണ്! ആ പാവപ്പെട്ട അടിമയെ ഇയാൾ ഇത്രയധികം മർദ്ദിക്കാൻ കാരണം എന്താ? മറ്റൊന്നുമല്ല, ബിലാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം കേട്ട് പരിശുദ്ധ ദീനിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഉമയ്യത്തിനെ കലിയൊള്ളിക്കുന്നത്. സമയം നട്ടുച്ച. സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ ചുട്ടുപഴുത്ത മണൽ. ഇവിടുത്തെ പോലെയൊന്നുമല്ല, അങ്ങ് അറബ് നാടാണ്. ഒന്ന് തൊടാൻ പോലും വയ്യാത്തത്ര ശക്തമായ ചൂട്. ക്രൂധനായ ഉമയ്യത്ത് ബിലാൽ എന്ന ആ പാവം മനുഷ്യനെ ആ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി നെഞ്ചിൽ ഭാരമുള്ളൊരു കല്ല് കയറ്റിവെച്ചു. ചാട്ടവാറുകൊണ്ട് തൊലി ഉരിയുന്ന വിധത്തിൽ ശക്തിയായിട്ട് അടിച്ചു. എല്ലാ മർദ്ദനങ്ങളും ആ പാവം ഏറ്റുവാങ്ങി. ഒട്ടും ഭീരുവാകാതെ, ഒട്ടും ചാഞ്ചല്യമില്ലാതെ അല്ലാഹു അഹദ് എന്ന മന്ത്രധ്വനി ഉരുവിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാം സഹിച്ചു. സത്യദീനിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്തിനാണല്ലോ ഈ മർദ്ദനങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നത്. മർദ്ദനങ്ങൾ എത്ര തന്നെ സഹിച്ചിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ വിശ്വാസത്തിൽ നിന്നും ഒരു മണൽത്തരിയുടെ അത്ര പോലും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. ഇനിയും തീർന്നില്ല. 2 കയറുകൾ ഓരോ ഒട്ടകത്തിൻ്റെ കാലുകളിൽ കെട്ടി കയറിൻ്റെ മറുവശം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓരോ പാദങ്ങളിലുമായി കെട്ടിയിട്ടു. എന്നിട്ട് ഒട്ടകങ്ങളെ തെളിച്ച് ചുട്ട മണലിലൂടെ വലിച്ചിഴക്കപ്പെട്ടു. കാട്ടാള തുല്യമായ ഈ മർദ്ദനമുറകൾ കാണാനിടയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ള അടിയുറച്ച വിശ്വാസമാണല്ലോ ഈ അടിമയെ ഇത്തരം മർദ്ദനങ്ങൾക്ക് കാരണമാക്കിയെന്നോർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് വല്ലാത്ത നൊമ്പരം തീർത്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അതിശക്തമായി തന്നെ അദ്ദേഹം ഉമയ്യത്ത് ബിൻ ഖലഫിനോട് ചോദിക്കുകയാണ്, തന്നെ ഈ അടിമയ്ക്ക് എന്ത് വില തരണം? ഉമയ്യത്ത് പറഞ്ഞ വിലയിൽ ഒട്ടും കുറയാതെ കൊടുത്ത് അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി. ആ നിമിഷം തന്നെ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. ബിലാൽ റളിയല്ലാഹു അൻഹു കാണാൻ വലിയ ഭംഗിയുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇസ്ലാം അദ്ദേഹത്തിന് നൽകിയിരുന്ന വില അത് പറഞ്ഞടിക്കാനാവാത്തതായിരുന്നു.